ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പ്രജീഷ്. പാചക ഐഡിയാസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി തേങ്ങ വറുത്തരച്ച് വെച്ച കോളിഫ്ലവർ കറിയാണ്. ഇത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി, പൊറോട്ട, അതുപോലെ തന്നെ ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ തയ്യാറാക്കാമെന്നും നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തേങ്ങ വറുത്തരച്ച കോളിഫ്ലവർ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കിലോ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുക്കി വയ്ക്കാം കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിതിനകത്ത് പുഴുക്കളോ അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഇനി ഒരു 10 മിനിറ്റ് അങ്ങനെ നമുക്ക് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് മസാലയൊക്കെ പുരട്ടി നമുക്കിത് വറുത്തെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് തിരുമ്മിയെടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ തിരുമ്മിയെടുക്കാം കേട്ടോ. നല്ലപോലെ തിരുമ്മിയതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അതിലേക്ക് കോളിഫ്ലവർ വറുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ നല്ലപോലെ വറുത്ത് നല്ല മുരിഞ്ഞ് കിട്ടണം. അതേ രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇട്ട് വറുത്തെടുക്കാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ. നല്ല മുരിഞ്ഞ് വരണം. കോളിഫ്ലവർ എല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് നമുക്ക് അത് വറുത്തെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങ വെന്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വറുത്ത് വെച്ച ഈ തേങ്ങ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഇതിലേക്ക് സവോള 2 എണ്ണം, പച്ചമുളക് ഒരു 5 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു കുടം, അതുപോലെ തന്നെ തക്കാളി ഒരു 2 എണ്ണം, വേപ്പില ഒരു 4 അല്ലി, ഇവ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തേങ്ങ വറുത്ത് വെച്ച ചട്ടി തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് സവോള അരിഞ്ഞതും പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോള നല്ലപോലെ വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവോള നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം.
തക്കാളി നല്ലപോലെ വാട്ടിയെടുക്കണം, നല്ല കുഴമ്പ് പരുവത്തിലാവണം. അതോടൊപ്പം തന്നെ നമുക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും വേപ്പിലയും നല്ലപോലെ വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ തക്കാളി വാടി വരണം. തക്കാളി ഇപ്പോൾ നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മിക്സിയിൽ അരച്ച് വെച്ച അരപ്പില്ലേ, അത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചിറ്റിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചതായിരുന്നു. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ വറുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കേ പൊറോട്ട, ദോശ, അപ്പം, പൂരി, ചപ്പാത്തി, ഇടിയപ്പം, ചോറ്, പിന്നെന്താ പത്തിരി, അതുപോലുള്ള ഏതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഇത് നമുക്കിനി വല്ലാണ്ട് ഇളക്കണ്ട കേട്ടോ. ഇതേപോലെ നമുക്കിങ്ങനെ വെറുതെ ഒന്ന് പൊത്തി വെച്ചാൽ മതി. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് വെച്ച ഈ കോളിഫ്ലവർ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.